ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഇന്ന് നമ്മുടെ തൃപ്രയാർ ഏകാദശിയാണ്. തൃപ്രയാർ ഏകാദശിക്ക് പ്രാധാന്യമുണ്ട്. സഫല ഏകാദശി എന്ന് പറയും. അതുപോലെ വൃശ്ചിക മാസത്തിലെ പുണ്യ മാസമായ വൃശ്ചിക മാസത്തിലെ ഏകാദശിയാണ്. അതുപോലെ 2025 അവസാന ഏകാദശിയാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ള ഏകാദശികളും നോൽമ്പൊക്കെ നോൽക്കുന്ന പോലെ തന്നെയാണ് ഈ തൃപ്രയാർ ഏകാദശി നോൽക്കുന്നത്. നമ്മൾ രാവിലെ തുളസിയിട്ട വെള്ളം കുടിച്ച് നമുക്ക് ഏകാദശി വ്രതം തുടങ്ങാം. അപ്പോൾ അതുപോലെ തന്നെ മുഴുവനായിട്ട് നമ്മൾ ഉപവാസമായിട്ടിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പാലോ പഴമോ കഴിച്ചിട്ടിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഗോതമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ഗോതമ്പിൻ്റെ ആഹാരം എന്തെങ്കിലും അരിയാഹാരം പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കണം കേട്ടോ. അതാണ് ഏകാദശിയിട്ട് നമ്മുടെ ആചാരപ്രകാരം അങ്ങനെയാണല്ലോ. പിന്നെ തൃപ്രയാർ ക്ഷേത്രത്തിൽ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ നമ്മൾ വൈഷ്ണവ ശക്തികളിൽ ഗുരുവായൂരപ്പനെ പോലെ തന്നെ പ്രാധാന്യം ഉള്ള ഒന്നാണ് നമ്മുടെ തൃപ്രയാർ തേവർ കേട്ടോ. അപ്പോൾ തൃപ്രയാർ തേവരുടെ ഈ ഏകാദശി നമ്മൾ നോറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സകലവിധ ദുരിതങ്ങളും അതുപോലെ തന്നെ നമ്മൾ സഫലം, അതായത് എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നടക്കും എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഓരോ വിശ്വാസം അതല്ലേ എല്ലാം അല്ലേ, നമ്മൾ തലമുറകളായി കേട്ട് വരുന്ന വിശ്വാസങ്ങളാണ്. പിന്നെ ഏകാദശി വ്രതങ്ങൾ എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ വ്രതത്തിനൊക്കെ നമ്മൾ ചിട്ടകളുണ്ട് കേട്ടോ. ഇന്നുള്ളവർക്ക് ചിലപ്പോൾ അറിഞ്ഞോളണമെന്നില്ല. പണ്ടുള്ളവർ ഓരോ ചിട്ടകളോട് കൂടിയിട്ടാണ് അതൊക്കെ ചെയ്യുക. രാവിലെയൊക്കെ കുളിച്ച് നമ്മൾ അന്നൊക്കെ കല്ലുപ്പ്, അന്ന് പൊടിയുപ്പ് ഉപയോഗിക്കണ പോലെയല്ല കേട്ടോ. അപ്പോൾ കല്ലുപ്പ് ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊക്കെ കുട്ടിക്കാലത്ത് വീട്ടിലെല്ലാവരും ഏകാദശിയൊക്കെ എടുക്കുന്ന സമയത്ത് ഈ കല്ലുപ്പ് ചെറിയൊരു ബൗളോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് ഉണ്ടാവുമല്ലോ, നമ്മളിങ്ങനെ കറികളൊക്കെ എടുക്കുന്ന പ്ലേറ്റ് പോലത്തെ അങ്ങനത്തെ അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ വെള്ളം ഊറ്റിക്കളയും. അതായത് ശുദ്ധിയൊക്കെയാണ് കേട്ടോ. കാരണം നമ്മൾ ഇറച്ചി മീനൊക്കെ ഉപയോഗിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ ഈ ഉപ്പിലൊക്കെ നമ്മൾ കയ്യൊക്കെ ഇടും, അല്ലെങ്കിൽ കൽച്ചട്ടിയിൽ അന്നൊക്കെ ഉപ്പ് സൂക്ഷിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ അതായത് ആ ചിട്ടയ്ക്ക് വേണ്ടിയിട്ടാണ്, അതായത് ശുദ്ധിയാക്കുകയാണ് കേട്ടോ. അങ്ങനെ ശുദ്ധിയാക്കിയിട്ടാണ് ഉപ്പൊക്കെ എടുക്കുക. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ല. അതുപോലെ കൈക്കല തുണി വേറെ എടുക്കും. അതായത് അടുപ്പിൽ നിന്നും പാത്രങ്ങൾ ചൂടോട് കൂടി നമ്മൾ എടുത്ത് വയ്ക്കാൻ ഉപയോഗിക്കുന്ന തുണി ഉണ്ടല്ലോ, ആ തുണി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന തുണി എടുക്കില്ല. കഴുകി വൃത്തിയാക്കി ശുദ്ധാക്കും. അതുപോലെ പാതമുറൊക്കെ നല്ലപോലെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ്. കാരണം നമ്മൾ ഇറച്ചി മീനൊക്കെ ഉപയോഗിക്കുന്ന കാരണം എല്ലാ ഭാഗത്തേക്കൊക്കെ തെറിക്കാനോ എണ്ണയൊക്കെ തെറിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അതൊക്കെ ചിട്ടയോട് കൂടിയിട്ട് ശുദ്ധിയാക്കുകയാണ് കേട്ടോ. നമ്മൾ കുടുംബത്തിലും ശുദ്ധമായിട്ട് ഇരിക്കണം. നല്ല വാക്കുകൾ സംസാരിക്കാനും ദൈവചിന്തയോട് കൂടി ഇരിക്കാനും അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ ഏകാദശി വ്രതങ്ങൾ എടുക്കുക കേട്ടോ. ചിട്ടയായിട്ട് ജീവിക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവർ ചിലപ്പോൾ ഞങ്ങൾക്ക് ഏകാദശിയൊന്നും ഇല്ല, മുട്ട ഉണ്ടാക്കി തന്നോളൂ അല്ലെങ്കിൽ അങ്ങനെയെന്ന് പറഞ്ഞാലും നമ്മൾ അങ്ങനെ കൈകൊണ്ട് തൊടില്ല. അതൊക്കെയാണ് ചിട്ടയായിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നൊന്നും ഇപ്പോൾ അങ്ങനെയൊന്നും കാണുന്നില്ല. ഇപ്പോൾ പൊടിയുപ്പൊക്കെയാണ് ഉപയോഗിക്കുന്നത്. എല്ലാവരും ഉപയോഗിക്കുന്ന ഉപ്പം തന്നെയാണ് എടുക്കേണ്ടാവുക. അങ്ങനെയൊക്കെയാണ്. എന്നാലും അതുപോലെ നമ്മൾ ഏകാദശി വ്രതം നോൽക്കുന്നവർക്ക് ഗോതമ്പ് കഞ്ഞിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് തൊടിയിക്കില്ല. ഏകാദശി വ്രതമുള്ളവർ മാത്രമേ അത് തൊടുള്ളൂ കേട്ടോ. മറ്റവർ ചോറൊക്കെ കഴിക്കില്ല. അപ്പോൾ ഇച്ചിലാവണ്ടെന്നാണ് പറയുക. അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഇനി തൃപ്രയാർ ക്ഷേത്രത്തിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃപ്രയാർ തേവർ വിഷ്ണുവിൻ്റെ അവതാരമാണല്ലോ. അതുപോലെ തന്നെ തൃപ്രയാർ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണൻ്റെ ഒരു അമ്പലം കൂടിയുണ്ട്. അപ്പോൾ അതൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ അവിടെ വഴിപാട് ഞാൻ നേരത്തെ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഒരു ചെറിയ ഷോർട്ട് ഇട്ടുണ്ടായിരുന്നു. വഴിപാട് പ്രധാനമുണ്ട്, മീനൂട്ട് പ്രധാനമാണ്. അപ്പോൾ അവിടെ നിയമവെടി, ആ വെടി രാവിലെ വെടി പൊട്ടുന്ന ശബ്ദം കേട്ടിട്ടാണ്. നമ്മൾ അലാറം വെക്കുന്ന പോലെ തന്നെ അവിടുത്തെ വീട്ടമ്മമാരൊക്കെ ഉണരുന്നത് ഈ വെടി കേട്ടിട്ടാണ്. അതിനുശേഷം അവർ കുളിച്ച് അമ്പലത്തിലേക്കൊക്കെ പോകുന്നതാണ് പറയുന്നത് കേട്ടോ. പിന്നെ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ വഴിപാട് അധികം കാണാറില്ല. പക്ഷേ ശ്രീരാമക്ഷേത്രത്തിൽ, ഈ തൃപ്രയാർ ക്ഷേത്രത്തിൽ ഇതിന് പ്രത്യേകത ഉണ്ട് കേട്ടോ. വഴിപാട് അവിടെ പ്രധാനമാണ്. അതുപോലെ ചുമർ ചിത്രങ്ങളൊക്കെ നമ്മൾ രാമായണ കഥകളെ ആസ്പദമാക്കിയിട്ടുള്ള രീതിയിലാണ് ചുമർ ചിത്രങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ രാമായണം വായിച്ചവർക്കും അതുപോലെ രാമായണ കഥ അറിയുന്നവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് തൃപ്രയാർ ക്ഷേത്രത്തിലെ ചുമർ ചിത്രങ്ങൾ എന്ന് പറയുന്നു. അതുപോലെ തന്നെ അവിടെ ബലിക്കല്ല്, എല്ലാ ക്ഷേത്രങ്ങളിലും ബലിക്കല്ല് കാണാം. ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് മുന്നിൽ ബലിക്കല്ല് കാണാം. തൃപ്രയാർ ക്ഷേത്രത്തിലെ ബലിക്കല്ലിനൊരു പ്രത്യേകത ഉണ്ട്. ശ്രീമൂലസ്ഥാനമാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് തൃപ്രയാർ ക്ഷേത്രത്തിലെ നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഏകാദശി വ്രതം അല്ലെങ്കിൽ ഇങ്ങനെ തിരുവാതിര നോൽക്കുക അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ ഉപ്പുമാവാണ് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഉപ്പുമാവ് റവ കൊണ്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യാസമായിട്ട് നമ്മൾ കടുക് മാത്രം പൊട്ടിച്ച് പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും മാത്രമാണ് അതിൽ ചേർക്കുള്ളൂ. ബാക്കിയൊന്നും ചേർക്കില്ല. അതായത് ഉഴുന്ന് പരിപ്പ്, ഉള്ളി ഒന്നും ചേർക്കില്ല കേട്ടോ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിയും ഉഴുന്ന് പരിപ്പൊന്നും നമ്മൾ വ്രതം എടുക്കുന്ന സമയത്ത് ഉപയോഗിക്കില്ല.
അപ്പോൾ ഉപ്പുമാവിൽ നല്ലതുപോലെ ഇഞ്ചിയൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വ്രതം എടുക്കുമ്പോൾ എപ്പോഴും അരിയാഹാരം കഴിക്കുന്ന വ്യക്തികളല്ലേ നമ്മൾ മലയാളികൾ. അപ്പോൾ അതുകൊണ്ട് വയറിന് ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കാനായിട്ട് ഇഞ്ചിയൊക്കെ നല്ലതുപോലെ ഉപയോഗിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇഞ്ചിയൊക്കെ നല്ലതുപോലെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വയറിനും നല്ലതാണ്, ദഹനത്തിനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ കടുകൊക്കെ പൊട്ടിച്ചു, എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു, അതുപോലെ കറിവേപ്പിലയും പച്ചമുളകും ഇട്ടു, ഇഞ്ചി ഇട്ടു. അതിന് ശേഷം അതൊന്ന് വഴന്ന് വന്നപ്പോൾ വെള്ളം ഒഴിച്ചു. ഞാൻ ചൂടായ വെള്ളം തന്നെയാണ് ഒഴിക്കുന്നത്. എന്നിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ ഉപ്പൊക്കെ ചേർത്ത്, ഉപ്പ് നമുക്ക് ഏകദേശം ഒന്ന് മുൻപന്തിയിൽ നിൽക്കണമല്ലോ ഉപ്പുമാവിന്, അതിലേക്ക് റവ ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ റവ ഉപ്പുമാവ് ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ്. കാരണം നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്ന കാരണം ബാക്കി ഏകാദശി എടുക്കാത്തവർക്കും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ റവ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഒലർന്ന ഉപ്പുമാവ് തന്നെയാണ്. അപ്പോൾ ഉപ്പുമാവും പഴമായിരുന്നു രാവിലത്തെ ടിഫിൻ കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കുന്നത് ഗോതമ്പ് കഞ്ഞിയും, അതുപോലെ കഞ്ഞി ഇഷ്ടമില്ലാത്തവർക്ക് ഉപ്പുമാവ് ഉണ്ടാക്കും. രാത്രിയിലേക്ക് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട, ഞാൻ ഈ പുഴുക്ക് ഉണ്ടാക്കുന്നുണ്ട്. ആ പുഴുക്ക് ഞാൻ കഴിക്കും, അതും വെള്ളം ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ ഒരു കട്ടൻ. അപ്പോൾ പുഴുക്ക് ഉണ്ടാക്കാൻ ഒരു കഷ്ണം കാവത്ത്, അത് പ്രജർ വീട്ടിൽ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു കഷ്ണം തന്നെയാണ്. പിന്നെ ഞാൻ ഒരു കട കൊള്ളിയും പറിച്ചു, അതുപോലെ തന്നെ കൂർക്കയും, കുറച്ച് കൂർക്ക ഉണ്ടായിരുന്നു. അപ്പോൾ കൂർക്കയുടെ തോല് പോണില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ മുതിര വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം മുതിര ഞാൻ ആദ്യം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. അതുപോലെ കൊള്ളിയും കൂർക്കയും കാവത്തും കൂടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പം ഇതിലേക്ക് ഞാൻ ഉപ്പും അതുപോലെ തന്നെ കുറച്ച് പച്ചമുളകും, നമ്മുടെ വീട്ടിലുണ്ടായ മുളകാണ്, അതും ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം അത് കുക്കറിൽ വെച്ച് ഒരു 3-4 വിസിൽ ഞാൻ വരുത്തി കേട്ടോ. പിന്നെ അതാ നാളികേരം ജീരകം കൂടി അതിലേക്ക് അരച്ച് ചേർത്തു. അതുപോലെ തന്നെ നാളികേരം പച്ചമുളകും കൂടിയിട്ടും ഒന്ന് ചതച്ചിട്ട് കൊടുത്ത് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ വെളിച്ചെണ്ണയും കറിവേപ്പിലയും അതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പം നമ്മുടെ പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ പുഴുക്കും ഒരു കട്ടനുണ്ടെങ്കിൽ തന്നെ നമ്മുടെ വിശപ്പൊക്കെ പോകും കേട്ടോ. പിന്നെ എനിക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ അധികം ഭക്ഷണം, പൊതുവേ ഞാൻ ഭക്ഷണം കുറവാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഏകാദശി വ്രതങ്ങളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കും കേട്ടോ. അപ്പോൾ ചില ദിവസങ്ങളിൽ മാത്രമാണ് എനിക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ തോന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചാൽ ഇങ്ങനെ പുഴുക്കൊക്കെ ഉണ്ടായാൽ എനിക്ക് ധാരാളമാണ്. പിന്നെ നമ്മൾ ഗോതമ്പ് കഞ്ഞിയാണ് വെച്ചേക്കുന്നത്. അമ്മയ്ക്കൊക്കെ ഷുഗർ ഉള്ളതല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഗോതമ്പ് കഞ്ഞി കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ അമ്മയുടെ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ഇതേ അമ്മയ്ക്ക് കുടിക്കാനുള്ള വെള്ളം ഇവിടെ തിളപ്പിച്ച് വെച്ചു. ഇപ്പോൾ വീണ്ടും നമ്മൾ ഡ്രിപ്പ് കയറ്റുന്നുണ്ട്. ഡ്രിപ്പല്ല, ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ട്, ആൻറ്റിബയോട്ടിക്. അപ്പോൾ അത് വീട്ടിൽ ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതേ ജനലിൻ്റെ മുകളിലാണ് കെട്ടി വെച്ചേക്കുന്നത്. അങ്ങനെ അമ്മയ്ക്കുള്ള ഇഞ്ചക്ഷൻ 2 നേരം പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഓരോ ഡ്രോപ്പ് പോണത് കൈ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ ഇടയ്ക്ക് ഞാൻ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ആരൊക്കെ ഏകാദശി എടുത്തേക്കുന്നത്, ഏകാദശി എടുത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ചിട്ടയോട് കൂടി എടുത്തോളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വിശേഷമായിട്ട് വരാം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.